ഇപ്പോൾ പാലക്കാട് നിന്ന് ഷാരിഖ് നവാസ് കൂടി ചേരുന്നു. ഷാരിഖ് നവാസ്, പ്രധാനമന്ത്രിയെ വരവേൽക്കാനുള്ള BJPയുടെ NDAയുടെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ടാകുമല്ലോ, പ്രവർത്തകർ വന്നു തുടങ്ങിയിട്ടുണ്ടോ? ദിലീപ് കുമാർ, വലിയ ആവേശത്തിലാണ് BJP NDA ക്യാമ്പ്, പാലക്കാട്ടെ BJP NDA ക്യാമ്പ് ഉള്ളത്. ഇപ്പോൾ തന്നെ, അതായത് ഉച്ചയ്ക്ക് 2:30 മണിയോടെയാണ് പൊതുയോഗം ആരംഭിക്കുന്നത്. എന്നാൽ ഇപ്പോൾ തന്നെ പ്രവർത്തകർ എത്തി തുടങ്ങിയിട്ടുണ്ട്. പാലക്കാട് ജില്ലയിൽ നിന്നുള്ള പല ഭാഗങ്ങളിൽ നിന്നുള്ള പ്രവർത്തകരാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. പാലക്കാട് ജില്ലയിൽ നിന്നുള്ള പല ഭാഗങ്ങളിൽ നിന്നുള്ള പ്രവർത്തകർ എത്തിക്കഴിഞ്ഞു. അവരുടെ സുരക്ഷാ പരിശോധനയ്ക്ക് ശേഷം മാത്രമാണ് പൊതുയോഗത്തിന്, അതായത് കോട്ടമൈതാനത്തിൽ അകത്തേക്ക് കയറ്റിവിടുക. ഈ ഗ്രൗണ്ടിലാണ് വലിയ രീതിയിൽ പൊതുയോഗം ഒരുക്കിയിരിക്കുന്നത്. ഈ ഒരുക്കങ്ങളെല്ലാം ഇതിനോടകം തന്നെ പൂർത്തിയായി കഴിഞ്ഞു. ഇപ്പോൾ ഒരുപാട് പ്രവർത്തകർ അവിടെ കാത്തു നിൽക്കുന്നുണ്ട്. മോദിയെ കാണാൻ വേണ്ടി വന്നതാണ്. എവിടെ നിന്നാണ് വരുന്നത്? നാദാപുരത്താണ് വരുന്നത്. ഇപ്പോൾ എത്തി? ഞങ്ങൾ പുലർച്ചെ വിട്ടതാ, ഒരു 6 മണിയല്ല, ഒരു 5:30 പുറപ്പെട്ടതാ. 5 മണി. മോളെ, പ്രധാനമന്ത്രിയെ കാണാൻ വേണ്ടി വന്നതാണോ? പ്രധാനമന്ത്രിയെ കാണാൻ വേണ്ടി രാവിലെ തന്നെ അവിടുന്ന് നാദാപുരത്ത് വരികയാണ് അല്ലേ? എന്താണ്, ആവേശമുണ്ടോ? അപ്പോൾ ഒട്ടേറെ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള ഒട്ടേറെ പ്രവർത്തകർ, BJPയുടെ പ്രവർത്തകർ, അതുപോലെ തന്നെ പൊതുജനങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ കാത്തു നിൽക്കുകയാണ്. ഇവരുടെ സുരക്ഷാ പരിശോധനയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവർ കൊണ്ടുവന്ന ബാഗും അതുപോലെ തന്നെ ഇവരുടെ ദേഹപരിശോധനയൊക്കെ നടത്തിയ ശേഷം മാത്രമാണ് അകത്തേക്ക് പ്രവേശിപ്പിക്കുകയുള്ളൂ. കഴിഞ്ഞ 3 ദിവസങ്ങളിലായി പാലക്കാട് കോട്ടമൈതാനം SPGയുടെ അതീവ സുരക്ഷാ നിയന്ത്രണത്തിലാണ്. ഈ പ്രദേശം ചുറ്റും SPG കഴിഞ്ഞ 3 ദിവസമായി നിയന്ത്രണത്തിലാക്കി കഴിഞ്ഞു. 1000-ലധികം പോലീസുകാരെയാണ് ഈ പ്രദേശത്തും അതുപോലെ തന്നെ ഇതിന് ചുറ്റുമുള്ള മേഴ്സി കോളേജ് ഗ്രൗണ്ട്, അതുപോലെ തന്നെ ഈ പാലക്കാട് നഗരത്തിലെ ചുറ്റും വിന്യസിച്ചിരിക്കുന്നത്. പോലീസുകാർ ഇവിടെ എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ പാലക്കാട് ജില്ലാ പോലീസ് മേധാവി അജിത് കുമാർ ഉൾപ്പെടെയുള്ള ആളുകൾ അവസാനഘട്ട സുരക്ഷാ വിലയിരുത്തലിനായി ഇപ്പോൾ കോട്ടമൈതാനം ഗ്രൗണ്ടിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ഒട്ടേറെ പ്രവർത്തകരാണ്. ദിലീപ് കുമാർ, നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഒട്ടേറെ പ്രവർത്തകർ, അമ്മമാർ ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അമ്മ, എവിടെ നിന്നാണ് വരുന്നത്? ഞാൻ പെരിങ്ങോട്ടുകര പഞ്ചായത്തിൽ നിന്ന്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നിരവധി പ്രവർത്തകരാണ് പാലക്കാട്ടേക്ക് പ്രധാനമന്ത്രിയെ കാണുന്നതിനായി, പ്രസംഗം കേൾക്കുന്നതിനായി എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.